എന്താ പറഞ്ഞേ? മത്സരം ടേസ്റ്റ് കൂട്ടാനല്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞാല് ആൾക്കാരെ മുഖത്തൊരു ചിരി ഉണ്ടാവും. അപ്പൊ ഞാൻ സെമിനു കണ്ടു വർത്താൻ പറയും. കണ്ടോളി എന്റെ പിയാപ്പിള്ളോട് പറഞ്ഞാ ഒരു എൽ ക്ലാസിക്കൊക്കെ ഒരുങ്ങിക്കോളായി. പോയി വേഗം ഉള്ളിയെടുത്തിട്ട് നിസ്കരിക്കാൻ നോക്ക്. നേരം വിളിക്കാറ് അതിനെ വിളിക്ക്. ഓൻ സൂചിച്ചു കിടന്ന് ഉറങ്ങിയിരിക്കും. ചെല്ലടാ, ഞാനായിക്കോളാം. ഇതും കൂടെ കഴിഞ്ഞിട്ട് പോ. ജമീല ഈ എണീറ്റിനോ? എന്നാ ചായ കുടിച്ചോ മോളെ. അവിടെ ചളി ഞാൻ എടുത്തോളാം. എവിടെ പുതിയ എവിടെ സൊല്ലോ? ഞാൻ ഇപ്പൊ കൂട്ടിട്ട് വരാം. വേഗം വിളിച്ചിട്ട് വാ. നിങ്ങൾ വേഗം മാറ്റിക്കോളി. വേഗം ചെല്ലപ്പ് വിളിക്കും. ഇമാത്താ കിബില എങ്ങോട്ടാ? സെമിയ ആമാ ജിവിടെയാ മോനെ കിടന്ന്? അനക്ക് നീണ്ടു നീർന്ന് ആത്ത് കട്ടുമ്പോ കിടക്കായിരുന്നില്ലേ? ഒരാഴ്ച ആയില്ലേ മോനെ ഈ ഉറങ്ങിയിട്ട്? ഞാൻ ഉറങ്ങിക്കണുമ്മാ. നാളത്തെ റിസൾട്ടും കഴിഞ്ഞാല് പിന്നെ മനസ്സമാനായിട്ട് ഉറങ്ങാലോ. എന്നാ അമ്മേര് കട്ടൻ എടുക്കട്ടെ? ഇല്ല വേണ്ട വേണ്ട, കട്ടങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അക്കു അതിനാണ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. 11 മണിയാവുമ്പോ നിശ്ചയക്കാരെത്തൂലോ. നിങ്ങളിപ്പോ എന്തിനൊക്കെ ഓണിയാരെയും കണ്ടു വന്നു? ഞാനേ ആ പെണ്ണിനൊന്നും ഉണർത്തട്ടെ. ഈ പള്ളി പോന്നുണ്ടെങ്കിലേ ഉപ്പാന്റെ കബറിങ്ങ കൂടി പോണം. ആ ചെക്കന്മാരെ കൂടി വിളിച്ചോട്ടാ. ആമാ. ഇതൊക്കെ തുറന്നെടുക്കായിരുന്നു. നിങ്ങൾ ഇത്രയും ആള് ഈ കട്ടുമല്ല കിടന്ന്? ഇല്ലമ്മ, ഞാൻ നിലത്താ കിടന്ന്. ഉമ്മാന്റെ കുട്ടിക്ക് നിന്റെ അടുത്തേക്ക് വരായിരുന്നില്ലേ? താഴേക്ക് വാ, ഞമ്മക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. താഴെ മൂത്തമ്മ ഉമ്മായി എന്നെ കാത്തിക്കുന്നുണ്ട് കേട്ടാ. വരമ്മ. പടച്ചോനെ, കണ്ണ് തുറന്നപ്പോ തന്നെ ഹാരനെ വിളിക്കാനോ തോന്നി. കുറച്ച് ദിവസമായിട്ടേ ഉറക്കാണോ മയക്കാണോ എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ ഹാലേ നല്ല രസമുണ്ട്. നാളെല്ലാം ഇപ്പം നമ്മുടെ നിക്കാതെ. ഇതുവരെ ഒന്നും നമ്മൾ കാര്യമായിട്ട് വർത്താനം പറഞ്ഞില്ല എന്ന് പറഞ്ഞാല് ആരും വിശ്വസിക്കൂല കേട്ടോ. അല്ലേ? നിങ്ങൾ ഇപ്പോഴൊന്നും മിണ്ടണം ചേട്ടാ. നിക്കാതിന് മുമ്പേ കാര്യമായിട്ട് സംസാരിക്കണം നല്ലതല്ലേ? അങ്ങനല്ലേ? തിരക്കിലാണോ? ഉമ്മന്നെ നിസ്കരിക്കാൻ വിളിച്ചിരുന്നു. ഞാനേ പിന്നെ വിളിച്ചാ മതിയാ? ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഹാല തന്നെയാണ് പറഞ്ഞേട്ടാ. അത് ഞാൻ ഉറങ്ങിപ്പോയതാ. ഫ്രീ ആകുമ്പോ വിളിക്കോ? ഓക്കെ. മൂത്തുമ്മ അമ്മായിക്കുണ്ട് താഴെ. സലാം. സലാം. നിങ്ങളെങ്ങട്ടാണ്? ലിയ മോൾക്ക് മുല്ലപ്പൂ വാങ്ങാൻ. ഇപ്പളാ? ഞാൻ അമീനെ എണീച്ചിക്കണ നോക്കട്ടെ. ഓൻ ഉറങ്ങിക്കോട്ടടി. അല്ല, ഞാൻ പോയപ്പോ നിനക്ക് കുഴപ്പമോ? വഴി നിറച്ച നായ്ക്കളാന്നു. നിങ്ങൾ അവിടെ നിക്കി. എന്താ പാൽ കുടിക്കുന്ന? പിന്നെ മാമ കുട്ടിക്ക് എന്താ വേണ്ടിയേ? മുല്ലപ്പൂ വേണം. മുല്ലപ്പൂ വേണോ? മാമക്കൊരു പറ്റിയേ? ഇല്ല. എന്നാ മുല്ലപ്പൂ വരില്ലട്ടാ. അമ്മയും തുറന്നോക്ക. എന്റെ അളിയന്റെ ഗിഫ്റ്റ് എത്തിക്കണ്. അടിപൊളി കളറാണ്, നല്ല രസമുണ്ട്. നല്ല റങ്കുണ്ടല്ലേ പുതിയ കുപ്പായം? ഇത് പുതിയ കുപ്പായ? ഒന്ന് ഇട്ടാണിച്ചാ. ഇപ്പഴാ ഞാൻ മുല്ലപ്പൂ അടിച്ചു വന്നിട്ടാ. നിങ്ങളെ വണ്ടി ചാവി നോട്ടെ. എടാ, അത് ഇന്നലെ അമീറിന്റെ കൂട്ടുകാരൻ കൊണ്ടുപോയതാണ്. ഈ കുട്ടന്റെ അച്ഛന്റെ വണ്ടി എടുത്തോ? കുട്ട എണീച്ചിട്ടുണ്ടാവും. ചെല്ല്.
എന്തിനാ അപ്പൊ വീടിന്റെ ഉള്ളിൽ കയറ്റിക്കണേ? മുറ്റത്ത് വെച്ചാലേ നായ ഉത്രി. പിന്നെ മൂത്രയ്ക്കാൻ നായ എന്റെ വണ്ടി തിരഞ്ഞു വരുമല്ലോ. എങ്ങട്ടാണ് രാവിലെ എന്റെ പച്ച ഷൂ കെട്ടിട്ട്? എങ്ങട്ടാന്നാ നിങ്ങടെ കല്യാണല്ലേ മാൻ? ഇന്നല്ലല്ലോ, നാളല്ലേ. നാളെ വേറെ ലുക്കിലാണ്. ഇതൊക്കെ ആരൊക്കെ അമ്മയെ ഒരു ചായ എടുക്കട്ടെ. വേണ്ട ചേച്ചി, ഞാൻ കുടിച്ചിട്ട് ഇറങ്ങി. നിശ്ചയത്തിനുണ്ടല്ലോ കുട്ടൻ വരൂട്ടാ. കുട്ടന്റെ അച്ഛൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മൂപ്പർക്ക് വരാൻ കഴിയില്ലാന്ന്. എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതെ എന്നെ പിന്നെ വിളിച്ചിരുന്നു. കുട്ടം മതിയല്ലോ. ഞാൻ പറഞ്ഞൊന്നുമില്ല, എനിക്ക് പന്തല് പണിയുണ്ട്. പിന്നെ പോയിക്കോളണ്ടിയക്കാ. ആ അതെ നിങ്ങടെ അക്കരത്തമ്മ എപ്പോഴാ വരാ? അന്നെ ഞാനവിടെ ഒരു 100 കൂട്ടം പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാത്ത പെണ്ണിനെ നോക്കി നടന്ന കുട്ട അനക്കിന്റെ കിട്ടൂട്ടാ. അജ്ജേ നിങ്ങൾ ഈ രാജ്യം വിട്ടുപോയിട്ടും പ്രോഗ്രസ്സിലിട്ടിക്ക. അമ്മയൊക്കെ ഞങ്ങൾക്കൊരു ഉപദേശം താങ്ങോ? നിങ്ങൾ കുറച്ചും കൂടി റൊമാൻറ്റിക് ആവട്ടെ. അതിന് മോൻ എന്റെ റൊമാൻസ് കണ്ടിട്ടില്ലല്ലോ. പൊറോട്ട കളിച്ചൂടാ? ഞാൻ വരുമ്പോ പൊറോട്ട കല്ല് മഞ്ഞത്ത് എടുക്കട്ടാ. പൊറാട്ട കലമ്പ് ചുടും. അന്റെ കല്യാണായിട്ട് 2 ദിവസം പള്ളകാലാക്കിട്ടോ കിട്ടിയില്ലെങ്കിൽ മച്ചാനെ കിച്ചണൊന്നും ഉണ്ടാവില്ലട്ടാ. അനക്ക് തിന്നാനുള്ളൊക്കെ അവിടെ ഉണ്ടാവും. വാടാ. ഓ നിങ്ങള് വലിയ ദുബായിക്കാർ. ഏയ് കുൽസു, കണ്ണാറാണോ കുൽസുന്? കണ്ണാറാക്കണം? വേണ്ട, ഓക്കെ ഞാൻ വെക്കാം. എന്താ എന്റെ മുഖം ഒരുമാതിരി? അല്ല ഉറക്കൊന്നുമില്ലാതെ തോന്നണ്. എന്ത് എന്തെന്ന് ഞമ്മളിതൊക്കെ കഴിഞ്ഞാലേ നമ്മക്കറിയാലോ. ഈ സമയത്ത് ഉറക്കല്ലായ്മയും ആ നിലാവും അതൊക്കെ തന്നെയല്ല അതിന്റെ സുഖം. ആ സുഖം എനിക്കില്ലാന്ന്.